സമയം ഇപ്പം 4 മണി കഴിഞ്ഞ് 4-4:15. ഞങ്ങൾ ഫാമിലിയോടുകൂടി ഒരു വൺ ഡേ ട്രിപ്പ് തലക്കാവേരി, കൂർഗ് ജില്ലയിൽ തലക്കാവേരിയിലേക്ക് ഒരു ചെറിയൊരു ട്രിപ്പ്, വൺ ഡേ ട്രിപ്പ്. ഹായ് ഗേയ്സ്, നമ്മൾ അവിടെ പോവാണ്. നമ്മൾ തലക്കാവേരി പോവാണ്. തലക്കാവേരിയിൽ ബാക്കിലും കുറച്ച് ആൾക്കാരുണ്ടേ, കാണുന്നില്ല. സമയം ഏകദേശം എത്ര 4:30 കഴിഞ്ഞു. നമ്മളങ്ങനെ പറമ്പിലെത്തിയിരിക്കുകയാണ്. കരിച്ചേരി വളവും കഴിഞ്ഞ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സുമതി വളവ് കഴിഞ്ഞു നമ്മളങ്ങനെ കുണ്ടൻകുഴി എത്തിയിരിക്കുകയാണ്. കുണ്ടൻകുഴി ഫുള്ള് ഫോഗ്, മറ്റേ ഫോഗ് ലാമ്പിൽ പോണത്. കോടമഞ്ഞിൻ താഴ്വരയിൽ ഫുള്ള് കോട കോട ഗൈസ്, കോട. ഇത് ബന്തെടുക്ക എത്തിയിട്ടാ. ബന്തെടുക്ക വഴി പാണത്തൂര് അങ്ങനെ പോകും. നമ്മളങ്ങനെ ബന്തെടുക്ക എത്തി. ബന്തെടുക്കന്ന് നേരെ പാണത്തൂര്, പാണത്തൂരിന്ന് ചെമ്പേരി, ചെമ്പേരി ഫോറസ്റ്റ് വഴി നേരെ തലക്കാവേരിയിലേക്ക്. നമ്മളങ്ങനെ പാണത്തൂരും പിന്നിട്ട് ചെമ്പേരിയും പിന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. തലക്കാവേരി ലക്ഷ്യമാക്കി നേരം പരപര വെളുത്തോണ്ടിരിക്കുന്നു. കർണാടക ബോർഡർ. അബക്കാരി ന്യൂസ് കച്ചേരി. ഇപ്പൊ ഒരു ബാർ കാണും ഫസ്റ്റ്. അതാ ബ്രാൻഡി ഷോപ്പ്. കർണാടക തുടങ്ങി അപ്പൊ ബ്രാൻഡി ഷോപ്പ് വന്നു. നോക്കണ്ട, ബ്രാൻഡി ഷോപ്പല്ലേ. ഇതാ ബാർ, അറ്റാച്ച്ഡ് ഹോട്ടൽ. ഈ വഴിയില വരുന്നതാ ബസ്. അതെ, പിള്ളേരിലുറങ്ങി. നമ്മ അന്ന് ഈടെ പോകുമ്പോ കിട്ടീന ഒരു വെള്ളം. അടിപൊളി വെള്ളച്ചാട്ടം. അതാ നോക്കണ്ടേ, അതോ വീഡിയോ എടുക്കുന്നോ? മജാന്ന് മാസ്ക് അലോട്ടി. വയറെന്തോ ആവുന്നു, അങ്ങനെ ചായ കുടിക്കാൻ നിർത്തിയതാ. നമ്മൾ 2 വണ്ടികളിലായിട്ടാണ് യാത്ര. എല്ലാവരും ചായ കുടിക്കുന്നു. ഞാൻ ഇവിടുന്ന് ചായ കുടിക്കുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് കാനന ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് കുടകിലേക്ക്. ദേവുസ എന്താക്കുന്നേ? ചിരിക്കുന്നേ?
നമ്മളിവിടെ പോകുന്നത് കാവേരി, തലക്കാവേരി പോകുന്നല്ലേ? കുട്ടൂസൻ തുമ്പീസ്. ചെവിയിൽ എന്തെങ്കിലും മറ്റേ എന്തെങ്കിലും പഞ്ഞിയെടുക്കല്ലേ പോട്ടെ പോട്ടെ പോട്ടെ. പിള്ളേരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി കളിക്കുന്നു. ഞാനിവിടെ തന്നെ ഇരുന്ന് കാണാം. നമ്മൾ 2 വണ്ടിയിലായിട്ടായിരുന്നു തലക്കാവേരിക്കുള്ള യാത്ര. ഈ കാവേരി പോകുന്ന വഴിക്കുള്ള ഒരു നല്ലൊരു പത്ത്. എനിക്ക് കുട്ടൂനെ പഠിച്ചു തരണം. കുട്ടൂന്റെ സീറ്റ് എടുക്കും. കുട്ടു കുട്ടു കേട്ടോ, ഈ കുട്ടു ഇറങ്ങിയിട്ടാ. തുമ്പൂസ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം. ഇവിടെ വണ്ടി കിട്ടിട്ട് വെള്ളച്ചാട്ടം മനസ്സിലായി. കിട്ടിട്ട് വെള്ളച്ചാട്ടം. മഴക്കാലമായതുകൊണ്ട് വഴി നിറയെ വെള്ളച്ചാട്ടം തന്നെ. അതെയാ, എനിക്ക് തോന്നുന്നു അല്ലർജി നീലെന്നെ പോയത്. ഓളെ പറ്റിട്ട് കൃഷ്ണനെ കോടമഞ്ഞ് ഗൈസ്. കോടമഞ്ഞ് എന്ത് മരമണ്ട. നല്ല കോടമഞ്ഞ് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കി ഫോട്ടോ എടുക്കുന്ന എല്ലാവരും.
ഈടെ ഇരുന്നിട്ടാക്കിയില്ല ബേക്ക് കയറിക്കൊണ്ടിരിക്കൂ. നല്ല രസം, അടിപൊളി മൂഡ്. ഇത് കാണുന്നില്ല. നോക്ക് വീഡിയോ യുവർസ്. ഭയങ്കര മൂടൽ മഞ്ഞ്, റോഡ് കാണുന്നേ ഇല്ല. നമ്മളങ്ങനെ കൊടകിലെത്തി. ഓറഞ്ച് മരങ്ങളൊക്കെ, കാപ്പിത്തോട്ടവും ഓറഞ്ച് മരങ്ങളും. മീനുണ്ടാവും. സത്യം. നമ്മളങ്ങനെ വാഗമണ്ഡലം എത്തി. ഇനി തലക്കാവേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് വാഗമണ്ഡലം. തലക്കാവേരി എത്തി. തലക്കാവേരി അങ്ങ് എത്തിയിട്ട നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. എല്ലാവരും ചായ കുടിക്കുന്നു. ഇതെനിക്ക് ഇഡ്ഡലിയും മറ്റേ പയറ് കറി, പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, പിന്നെ കടലക്കറി, എല്ലാം കൂടി കഴിച്ചത്. കഴിക്കട്ടെ. എല്ലാവരും ഹോട്ടലിനകത്ത് പോയി കഴിക്കുന്നുണ്ട്. ഞാനിവിടെ കാറിലിരുന്ന് കഴിക്കുന്നു. ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ കാപ്പിയും. നമ്മളങ്ങനെ തലക്കാവേരിയുടെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആ കാണുന്ന. അങ്ങോട്ട് പോവാലോ. അതല്ലേ വണ്ടി വേണം. നമ്മൾ എൻഡിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നെ തള്ളുകയാണ്. കുറച്ചേരം വിശ്രമിക്കുന്നത്. നമ്മളങ്ങനെ എൻഡിലെത്തി. കൊണ്ട് ഇതന്നല്ലേ സംഭവം. ഇതാണ് കാവേരി ഉത്ഭവിക്കുന്ന സ്ഥലം.
നമ്മളങ്ങനെ കാവേരിയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ചെറിയ മഴയും നല്ല കോടയും. ഇങ്ങോട്ടൊക്കെ അമ്പലം കാണുന്നില്ല ഇപ്പൊ. കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി മലയിൽ നിന്നും അതിൻ്റെ ഹൃദയത്തിൽ നിന്നും പൊട്ടിയൊഴുകുന്ന കാവേരി പ്രകൃതി ഒരുക്കിയ ഒരു അസാധാരണമായ സ്ഥലം. എത്ര കണ്ടാലും അനുഭവിച്ചാലും മതിവരാത്ത ഒന്ന്. തലക്കാവേരിയിലേക്കുള്ള യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. കോടമഞ്ഞിൻ്റെ നേർത്ത മൂടുപടം വകഞ്ഞു മാറ്റി തണുത്ത കാറ്റിൻ്റെ അകമ്പടിയോടെ മലമുകളിലേക്ക് കയറുമ്പോൾ നമ്മെ എതിരേൽക്കുന്നത് വനഭംഗിയുടെ വന്യമായ നിശബ്ദതയാണ്. ആ നിശബ്ദതയുടെ ഒരു സംഗീതമുണ്ട്. അത് കാവേരിയുടെ ആദ്യത്തെ ഹൃദയമിടിപ്പാണ്. മലമുകളിലെ ചെറിയൊരു പ്രകൃതിദത്ത നീരുറവയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാഡിയായ തെന്നിന്ത്യയുടെ കവിഭാവനകളെ ഉണർത്തിയ ഒരു മഹാശക്തിയുടെ ബാല്യത്തെയാണ് പ്രകൃതിയും ആത്മീകതയും ഒരേ തൂലികയാൽ വരച്ചുവെച്ച ഒരു അനശ്വര കാവ്യമാണ് തലക്കാവേരി. രാവിലെ 8 മണിക്കെത്തിയ ഞങ്ങൾ ഉച്ചയ്ക്ക് 12 മണിവരെ ഞങ്ങൾ തലക്കാവേരിയിൽ ചിലവഴിച്ചു. പ്രകൃതി ഒരുക്കിയ ഒരു അപൂർവ അനുഭൂതി എത്ര നുകർന്നിട്ടും ഞങ്ങൾക്ക് മതി വരുന്നില്ല. എന്നാലും ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. റാമ്പുണ്ടെങ്കിലും വളരെ കുത്തനെയുള്ള കയറ്റമാണ്. അത് അതേപോലെ ഇറക്കലും കുറച്ച് പ്രയാസം തന്നെയായി. ഞങ്ങളങ്ങനെ തലക്കാവേരിയോട് യാത്ര പറഞ്ഞ് തിരിച്ചിറങ്ങി വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഓറഞ്ച്, നല്ല ഫ്രഷ് ഓറഞ്ചാണ്. ഊർക്കുന്ന വീടുന്ന ഭാഗമണ്ഡലം തലക്കാവേരി പോന്ന വൈകുന്ന മനുഷ്യർ അപ്പം തന്നെ പറിച്ചു ഫ്രഷ് ആയിട്ട് പറിച്ചു തന്നെ. ആ ഫ്രഷ് ഓറഞ്ച്. അല്ല ഹരി Hi guys, welcome back to my channel. ചാനലിന്റെ പേരെന്താ? ഞാൻ ജാഗൂസ് വേൾഡ്. തേനീച്ചപ്പെട്ടി
അതിൽ അത് തേനീച്ചയാടാ, തേനീച്ചപ്പെട്ടി തേനെടുക്കുന്ന. തലക്കാവേരിയിലേക്കുള്ള യാത്രയുടെ വീഡിയോ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.